നമസ്കാരം. യുദ്ധഭൂമിയിൽ നുഴഞ്ഞു കയറിയ ട്രംപ് നാറ്റോയെ വരുതിയിലാക്കിയെന്ന് അവകാശപ്പെടുന്ന ട്രംപിസം. ഈ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും ഒരു യുദ്ധത്തിന്റെ സാഹചര്യമാണ് സൃഷ്ടിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ അതിന് ചെറിയ മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപ് എവിടെ ചെന്ന് തൊട്ടാലും അവിടെ യുദ്ധസമാനമാകുന്ന ഒരു സാഹചര്യമാകുന്നു എന്നുള്ളതാണ് ട്രംപിസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഗ്രീൻലാൻഡിലെ ചില ചെറിയ ഭാഗങ്ങൾ അത് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഡെൻമാർക്ക് വിട്ടുകൊടുക്കുമോ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല ട്രംപിസം നാറ്റോയെ വരുതിയിലാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉടലെടുത്ത കടുത്ത നയതന്ത്ര തർക്കങ്ങൾ, വ്യാപാര യുദ്ധ ഭീഷണികൾ, ഇതിനൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള വിരാമം ഉണ്ടായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിനിടെ നാറ്റോയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജനറൽ മാർക്ക് റൂട്ടയുമായി നടത്തിയ നിർണായക ചർച്ചയ്ക്ക് പിന്നാലെയാണ് 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചിരുന്ന അധിക ഇറക്കുമതി തീരുവകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയിരിക്കുന്നത്. ഗ്രീൻലാൻഡിനും ആർട്ടിക് മേഖലയ്ക്കും വേണ്ടി ഒരു ഭാവി കരാറിന്റെ രൂപരേഖ തയ്യാറാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗ്രീൻലാൻഡിലെ ചില ചെറിയ ഭാഗങ്ങൾ അത് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ഡെൻമാർക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ എന്ന് പറയുന്നത്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കുവാനുള്ള ട്രംപിന്റെ നീക്കത്തെ എതിർത്ത നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾക്കെതിരെ ഫെബ്രുവരി 1 മുതൽ 10% നികുതി ഏർപ്പെടുത്താനായിരുന്നു ട്രംപിന്റെ തീരുമാനം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ റൂട്ടയുമായുള്ള ചർച്ചയോടുകൂടി ഈ തീരുവ ഭീഷണി ട്രംപ് പിൻവലിച്ചിരിക്കുകയാണ്. ഗ്രീൻലാൻഡ് മാത്രമല്ല, ആർട്ടിക് മേഖലയുടെ മുഴുവൻ സുരക്ഷയും സംരക്ഷിക്കുവാനുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ നാറ്റോ ഒപ്പമുണ്ടാകുമെന്ന് മാർക്ക് റൂട്ടെ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ഗ്രീൻലാൻഡിൽ സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ സ്വാധീനം ഉറപ്പിക്കുവാൻ റഷ്യയെയും ചൈനയെയും ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുമെന്ന് നാറ്റോ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ട് ഡെൻമാർക്ക് അടക്കം സൂചന നൽകിയിരുന്നു. അപ്പോൾ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡെൻമാർക്കിന്റെ പരമാധികാരത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നാറ്റോ പ്രതിനിധിയായിട്ടുള്ള മാർക്ക് റൂട്ടെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ പ്രസിഡന്റ് കാഴ്ചപ്പാടുകൾ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും പലരുമായും ചർച്ച ചെയ്തതിനു ശേഷമാണ് ഗ്രീൻലാൻഡിലെ ചില ഭാഗങ്ങൾ വിട്ടുകൊടുക്കാം, സൈനിക താവളങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. പക്ഷെ അത് ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്നതിന് തുല്യമാകുമെന്നുള്ള ഒരു വിമർശനവും വരുന്നുണ്ട്. കാരണം ആദ്യം ട്രംപും ട്രംപിന്റെ കൂട്ടരും ഇത്തരത്തിൽ ചെറിയ ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുകയും അവിടെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തതിനു ശേഷം പിന്നെ മൊത്തത്തിൽ ഗ്രീൻലാൻഡ് എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ തന്നെ അവരുടേതാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം കരുതുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയല്ല. അത് ചിലപ്പോൾ ട്രംപിനെ പോലൊരു വ്യക്തിയിൽ നിന്ന് അത് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുക മാത്രമല്ല, ഈ പ്രദേശം മുഴുവൻ, അതായത് ആർട്ടിക് മേഖലയെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുമ്പോഴും എന്നാൽ അത് ശരിയാണോ, പൂർണ്ണതോതിലൊക്കെ അത് ശരിയാണോ എന്നതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും കിട്ടുന്നില്ല. അപ്പോൾ ആർട്ടിക് സംരക്ഷണത്തിനായിട്ട് കരയിലും കടലിലും വായുവിലുമൊക്കെ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നാറ്റോ എന്ന് പറയപ്പെടുന്ന ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിടെ എത്താൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് നാറ്റോ പ്രതിനിധികൾ പറയുന്നതും. ഗ്രീൻലാൻഡിന്റെ ചെറിയ ഭാഗങ്ങൾ അത് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കാനായിട്ട് ഡെൻമാർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നാറ്റോയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചർച്ച ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രഖ്യാപനം ഉടൻ ഉണ്ടായത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെ മാതൃകയിലാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. അപ്പോൾ ഇവ പരമാധികാരമുള്ള ബ്രിട്ടീഷ് ഭൂപ്രദേശങ്ങളായിട്ടായിരിക്കും കണക്കാക്കപ്പെടുന്നത്. കരാറിന്റെ കൂടുതൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്ന് പറയപ്പെടുന്നത് ട്രംപ് വെളിപ്പെടുത്തിയില്ല എങ്കിലും തന്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നതിനും ഖനന അവകാശങ്ങൾ പങ്കിടുന്നതിനും നാറ്റോ അമേരിക്കയുമായിട്ട് സഹകരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഗോൾഡൻ ഡോം പദ്ധതിയുടെ ഖനന അവകാശങ്ങളുടെ ഭാഗമാകും. അതുപോലെ തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയും അത്തരത്തിൽ ഭാഗമാകും എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു നിരീക്ഷണം എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഗോൾഡൻ ഡോമും ധാതു സമ്പത്തും വെറും ഒരു ഭൂമി കൈമാറ്റത്തിനപ്പുറം ആഗോള സുരക്ഷാ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഈ കരാറിന്റെ കാതൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഉത്തര അമേരിക്കയെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള ട്രംപിന്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായിട്ട് ഗ്രീൻലാൻഡിനെ മാറ്റുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. കൂടാതെ ഗ്രീൻലാൻഡിലെ അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും ഖനന അവകാശത്തിൽ നാറ്റോ രാജ്യങ്ങളെയും പങ്കാളികളാക്കും.
ചൈനയെയും റഷ്യയെയും ആർട്ടിക് മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഈ സഖ്യം അത്യാവശ്യമാണ് എന്നുകൂടി ട്രംപ് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗ്രീൻലാൻഡിന്റെ ധാതു സമ്പത്തിനെയാണ്, അല്ലെങ്കിൽ അപൂർവമായിട്ട് കാണുന്ന ധാതു സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാൻ നോക്കിയത്. പക്ഷെ അവിടെ അതിന് കഴിയില്ല എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഗ്രീൻലാൻഡ് ചില പ്രദേശങ്ങൾ സൈനിക താവളങ്ങളായിട്ട് അമേരിക്കയ്ക്ക് നൽകാൻ അവർ തയ്യാറാകുന്നു. ആ കൈമാറ്റം തന്നെ വലിയ ദോഷമുണ്ടാക്കും ഗ്രീൻലാൻഡിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും ദിനങ്ങളിൽ അവിടെ അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയൊക്കെ ഖനനാവകാശം എന്ന് പറയപ്പെടുന്നത് സ്വന്തമാക്കുക എന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക എത്തപ്പെടും. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെയൊക്കെ പങ്കാളികളാക്കും എന്നൊക്കെ പറയുമ്പോഴും അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചൈനയും റഷ്യയുമാണ്. അവരെ ഈ ആർട്ടിക് മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ തന്നെയാണ് ട്രംപ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരില്ലാത്ത ഒരു സംവിധാനമാണ് ഗ്രീൻലാൻഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ ബാധിക്കാത്ത രീതിയിൽ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെ മാതൃകയിൽ ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങൾ അമേരിക്കൻ സൈനിക നിയന്ത്രണത്തിലാക്കുവാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാൻ താൻ ബലം പ്രയോഗിക്കില്ല എന്നും, എന്നാൽ ലോകത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് ആ മഞ്ഞുപാളി തങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് ട്രംപ് ദാവോസിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ ഈ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് തന്നെ ഈ പുതിയ കരാറുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ പുതിയ ചർച്ചകൾ വഴി മുന്നോട്ട് പോയി ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ ബാധിക്കാത്ത തരത്തിൽ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെയൊക്കെ മാതൃകയിൽ ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ നിർമ്മിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കരാറിലേക്ക് ഇവർ എത്തപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ ഈ നയതന്ത്ര നീക്കം ആഗോള വിപണിയിലും പ്രതിഫലിച്ചു കാണുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രണ്ടാമത്തെ വട്ടം പ്രസിഡന്റായി അധികാരത്തിലേറി 1 വർഷം കഴിയുമ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ട്രംപ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള ചില പ്രത്യേകതകൾ എന്ന് പറയപ്പെടുന്നത് ഇതുപോലെ പല രാജ്യങ്ങളുമായിട്ടും നടത്തുന്ന യുദ്ധപ്രഖ്യാപനങ്ങളാണ്. മാത്രമല്ല പല രാജ്യങ്ങളെയും കൂട്ടിച്ചേർക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ത്വര, ഒരു ജനാധിപത്യ സംവിധാനത്തിലല്ലാത്ത ഒരു ത്വര അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടി വരും ദിനങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഗ്രീൻലാൻഡിലെ ചില ഭാഗങ്ങളിൽ സൈനിക താവളങ്ങൾ നിർമ്മിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു കരാർ ഉണ്ടാക്കുകയും ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നീങ്ങുമ്പോഴും മനസ്സിൽ ട്രംപിന് ഒരൊറ്റ കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്, ഏത് വിധേനയും ഈ രാജ്യത്തെ പിടിച്ചടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, യുദ്ധഭൂമിക്ക് സമാനമാകുന്ന ഈ ഗ്രീൻലാൻഡിനകത്തേക്ക് നുഴഞ്ഞു കയറപ്പെടുന്ന ട്രംപിനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ട്രംപിന്റെ ചില പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്ന നാറ്റോ അടക്കമുള്ളവരെ ആ ട്രംപിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ട്രംപിസം മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നു. ആ ട്രംപിസത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയും ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കി തീർക്കുക എന്നത് മാത്രമാണ് ട്രംപിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.